സന്ദീപ, CMRL കരിമണൽ ഖനനാനുമതി റദ്ദാക്കിയത് 2023 ഡിസംബർ 18 മാസപ്പടി വിവാദം പുറത്തുവന്ന് 4 മാസങ്ങൾക്ക് ശേഷമാണ് ഈ കരാർ റദ്ദാക്കുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് തന്നെ ബോധ്യപ്പെട്ടു, പിടിക്കപ്പെടും, CMRLനെ സഹായിച്ചത് താനാണ് എന്ന് ഒരുപക്ഷെ പൊതുസമൂഹം തിരിച്ചറിയും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചത്? മാത്രമല്ല, എന്ത് സേവനത്തിനാണ് മുഖ്യൻ്റെ മകൾ വീണ തൈക്കണ്ടി ഈ മാസം 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ വെച്ച് വാങ്ങിയത്? 5 ലക്ഷം വീണയ്ക്കും അതുപോലെ 3 ലക്ഷം എക്സാലോജിക് എന്ന അവരുടെ കമ്പനിക്കും വേണ്ടി എന്തിനാണ് വാങ്ങിയത് എന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയല്ലേ? CMRLനെ വളരെ വളരെ വ്യക്തമായി സഹായിക്കുന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ചു എന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയല്ലേ സന്ദീപ്? ഇത് കേവലം ഒരു മാസപ്പടി കേസിനപ്പുറം കേരളത്തിന്റെ പ്രകൃതി വിഭവം കരിമണൽ ഒരുപക്ഷെ കേരളത്തെ ഒരു സിംഗപ്പൂരോ ദുബായോ പോലൊക്കെ ഒരു വികസിത പ്രദേശമായി ഉയർത്തേണ്ടിയിരുന്ന കേരളത്തിന്റെ തനതായിട്ടുള്ള പ്രകൃതി വിഭവം കരിമണൽ ചില ആളുകൾക്ക് കൊള്ള ചെയ്ത് കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യവും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ചേർന്ന് നടത്തിക്കൊടുത്തു എന്നുള്ളതിന്റെ നേർചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. LDF മാത്രമല്ല UDFും ഈ കരിമണൽ കമ്പനിയെ ഉദാരമായി സഹായിച്ചിരുന്നു. കരിമണലിന്റെ ഖനനം എത്രത്തോളം കരിമണൽ എടുക്കുന്നു സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ലാതെ ഇഷ്ടം പോലെ കരിമണൽ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നും ധാരണ പോലുമില്ലാതെ വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ എത്രയോ അധികം കരിമണൽ ഇവിടെ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കരിമണൽ കൊള്ള ആർക്ക് വേണ്ടിയായിരുന്നു? എത്ര കോടിക്കണക്കിന് ഡോളറാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ സ്വരുക്കൂട്ടിയത്, ഇവർ സമ്പാദിച്ചത് എന്നൊക്കെ അന്വേഷണ വിധേയമാകുമ്പോൾ ഈ പറയുന്ന മാസപ്പൊടിയൊക്കെ ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. വലിയ അഴിമതി, ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്തിന്റെ തനത് പ്രകൃതി വിഭവമായ കരിമണൽ കൊള്ള ചെയ്തുകൊണ്ട് ഒരു വലിയ ലോബി, രാഷ്ട്രീയക്കാരും മാഫിയകളും ഉൾപ്പെടുന്ന വലിയ ലോബി കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ മകൾ ഇതിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അവരുടെ രേഖകളെല്ലാം തന്നെ ഡിജിറ്റലി ഒരുപക്ഷെ ലോക ചരിത്രത്തിന് ആദ്യമായി ബാങ്ക് ട്രാൻസാക്ഷൻ മുഖേന നടന്നിട്ടുള്ള അഴിമതിയായിരിക്കണം ഈ മാസപ്പടി കേസ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് ഇതിലെല്ലാം അവശേഷിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഡിജിറ്റലൈസേഷൻ, നമ്മുടെ എക്കണോമിയുടെ ഡിജിറ്റലൈസേഷൻ നടന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരം നേരത്തെ നമുക്കറിയാം ഈ ആറാട്ടുപുഴയും തോട്ടപ്പള്ളിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് കരിമണൽ ഖനനത്തിനെതിരായി വലിയ പ്രക്ഷോഭം നയിച്ച ഇടതുപക്ഷം തന്നെ ഈ കരിമണൽ കൊള്ളയുടെ മറവിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും അവരുടെ നേതാക്കന്മാർ വലിയ സമ്പന്നരായി മാറുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു അന്വേഷണം വരികയാണെങ്കിൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം പ്രതിക്കൂട്ടിലാവുകയും ജയിലിൽ പോവുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്ദീപ്, 2019 കേന്ദ്ര നിയമപ്രകാരം അന്ന് തന്നെ ഈ ഖനനാനുമതി റദ്ദാക്കാമായിരുന്നു. പക്ഷേ 2023 ഡിസംബർ 18 ഈ ഉത്തരവ് റദ്ദാക്കുന്നത്. അപ്പോൾ നോക്കൂ, 4 വർഷം അതിന് എല്ലാ തരത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുത്തിരിക്കുകയാണ് CMRLന്. അതുവഴി സന്ദീപ് നേരത്തെ പറഞ്ഞ പോലെ ഈ 1,72,00,000 രൂപ എന്ന മാസപ്പടി മാത്രമല്ല, ഇത് സഹസ്ര കോടികളുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കമ്മീഷൻ കൃത്യമായി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടാവും. PV ഇപ്പോൾ പിണറായി വിജയനാണ് എന്നുകൂടി സ്ഥാപിക്കപ്പെട്ടിരിക്കുകയല്ലേ? അല്ല, അതിനിപ്പോ സ്ഥാപിക്കപ്പെടേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഇപ്പൊ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുൻപായി CMRLന്റെ തന്നെ പ്രതിനിധികൾ കൊടുത്ത മൊഴിയിൽ തങ്ങളുടെ വ്യവസായം, തങ്ങളുടെ ബിസിനസ് കൃത്യമായി നടക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിരുന്നുവെന്നും അതിലൊന്നും മുഖ്യമന്ത്രിയുടെ മകളാണെന്നും ഉള്ളത് വ്യക്തമല്ലേ? അത് മൊഴിയായി അത് രാജ്യത്തെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഉത്തരവിൽ വന്നിട്ടുള്ള കാര്യമല്ലേ? ഇനി എങ്ങനെയാണ് അത് നിഷേധിക്കാൻ സാധിക്കുന്നത്? PV ഞാനല്ല എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? പിന്നെ PV എന്താ? അപ്പൊ അത്തരത്തിൽ പിണറായി വിജയൻ തന്നെയാണ് എന്ന് അതേ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുന്നത്? വീണ വിജയൻ പിണറായി വിജയന്റെ മകളല്ല എന്നൊരു ആർഗ്യുമെന്റ് കൊണ്ടുവരുമോ? അതിനെങ്ങനെയാണ് സാധിക്കുന്നത്? അതുകൊണ്ട് തന്നെ വീണ വിജയന് പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്, മുഹമ്മദ് റിയാസ് മന്ത്രി ആയതുകൊണ്ടാണ്. മുഹമ്മദ് റിയാസിനും പിണറായി വിജയനും ഇക്കാര്യത്തിലുള്ള പങ്കും ഇൻവോൾവ്മെന്റുമാണ് അന്വേഷിക്കപ്പെടേണ്ടത്. തീർച്ചയായിട്ടും സഹസ്ര കോടികളുടെ അഴിമതി നടന്നിട്ടുള്ളതിൽ കേരളത്തിലെ LDF UDF നേതാക്കന്മാർക്ക് ഒരുപോലെ പങ്കുണ്ട്. രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ
ഇത് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി വാങ്ങിയ പണമാണെന്ന് പറയുമ്പോൾ പാർട്ടി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത രേഖകളിൽ ഈ പണത്തിന്റെ കണക്ക് പറയുന്നുണ്ടോ എന്നുള്ളത് കൂടി പുറത്തുവിടാൻ രമേശ് ചെന്നിത്തലയ്ക്കും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ഒക്കെ ബാധ്യതയുണ്ട്. നന്ദി സന്ദീപ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.